ഹായ് എവ്രിവൺ, ഇന്ത്യൻ എഡ്യു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. +2 അടിസ്ഥാന യോഗ്യതയാക്കി BA, BSc, BCom എന്നിവ ചേർത്തുള്ള 4 വർഷ ഇൻ്റഗ്രേറ്റഡ് B.Ed പ്രോഗ്രാമുകൾ സംസ്ഥാനത്ത് ആരംഭിക്കണമെന്ന് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ രൂപീകരിച്ച കരിക്കുലം കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ നിലവിലുള്ള 2 വർഷ B.Ed പ്രോഗ്രാമുകളും തുടരണമെന്നാണ് ശുപാർശ. സംയോജിത അധ്യാപക വിദ്യാഭ്യാസ പരിപാടി, അതായത് ITEP എന്ന് പേരിട്ടിരിക്കുന്ന പുതിയ പ്രോഗ്രാമുകൾ അടുത്ത അധ്യയന വർഷം മുതൽ ആരംഭിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കോഴ്സിന് ചേരാനായിട്ട് +2 കുറഞ്ഞത് 50% മാർക്കോ, അതുപോലെ നാഷണൽ ലെവലിലോ സ്റ്റേറ്റ് ലെവലിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി തലത്തിലോ നടത്തുന്ന എൻട്രൻസ് എക്സാമിന് യോഗ്യത നേടുകയും വേണം. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ 4 വർഷ B.Ed പ്രോഗ്രാമുകൾ ആരംഭിക്കണമെന്നാണ് നാഷണൽ ടീച്ചർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ ശുപാർശ. DELED ഉൾപ്പെടെയുള്ള അധ്യാപന പരിശീലന പ്രോഗ്രാമുകൾ ഭാവിയിൽ ഉണ്ടാകില്ല. ഇതിനു പകരം 4 വർഷ B.Edൽ ഫൗണ്ടേഷൻ, പ്രിപ്പറേറ്ററി, മിഡിൽ, സെക്കൻഡറി എന്നിങ്ങനെ 4 സ്പെഷ്യലൈസേഷനുകൾ ഉണ്ടാകും. ഇതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് സ്കൂളിലെ വിവിധ ലെവലുകളിൽ പഠിപ്പിക്കാനാവുക. കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് MA, MSc, MCom, MEd തുടങ്ങിയ PG കോഴ്സുകൾക്കും ചേരാൻ സാധിക്കും. കറൻ്റ്ലി ഇപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണ് BA, B.Ed, BSc, B.Ed എന്നിങ്ങനെ ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നിലവിലെ B.Ed, DELED സെൻറ്റേഴ്സ് നിർത്തലാക്കുന്നതിന് പകരം അവയെ മറ്റ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സെൻറ്റേഴ്സാക്കി മാറ്റണമെന്നാണ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ശുപാർശ ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകളെയും അതുപോലെ B.Ed കോളേജുകളെയും പങ്കെടുപ്പിച്ച് നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. റിപ്പോർട്ടിൻ്റെ പൂർണ്ണ രൂപം വെബ്സൈറ്റായ www.kshec.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.